പ്രതികാരം അത് തീർക്കാനുള്ളതാണ്. പലതരത്തിലുള്ള പ്രതികാര കഥയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചത്ത് മണ്ണടിഞ്ഞതിന് ശേഷവും പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കഥയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഉളിയുഗം, കലിയുഗത്തിലുണ്ടായ ഒരു അബദ്ധ ജന്മം. പട്ടാഴി മനയിലെ മൂത്ത കാരണവരായ ശങ്കരനെ നെല്ലൂർ മനയുടെ ഹൗസ് വാമിംഗ് അഥവാ കുടിയിരിപ്പിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് ഹരിനാരായണൻ. ഈ ഒരൊറ്റ ഇൻവിറ്റേഷനോടെയാണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. സദ്യയുടെ കൊതി നാക്കിൽ കയറിയ ശങ്കരൻ മറ്റുള്ളവരുടെ എതിർപ്പ് വകവയ്ക്കാതെ കുടിയിരിപ്പിനുള്ള ഫംഗ്ഷന് പോവാൻ തന്നെ തീരുമാനിച്ചു. സാവിത്രി എന്ന യക്ഷി കുടികൊള്ളുന്ന വീടാണ് നെല്ലൂർ മന എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഹരിനാരായണൻ ആ വീട് വാങ്ങിയത്. കച്ചവടം മുടക്കാൻ വേണ്ടി നാട്ടുകാരുണ്ടാക്കിയ ഒരു ബാലരമ കഥ. അങ്ങനെ ഹരിനാരായണൻ അതിനെ കണ്ടുള്ളൂ. നെല്ലൂർ മനയുടെ കോലം കണ്ട് പേടിച്ച ശങ്കരൻ പണ്ട് അമ്മ പറഞ്ഞുകൊടുത്ത മന്ത്രങ്ങൾ ഓരോന്നായി ഉരുവിട്ടു. ഓം വിശ്വകർമ്മണേ നമഃ. പക്ഷെ കുടിയിരിപ്പിന് സദ്യ തരാനല്ല, ബിഗ് ബോസ് കളിക്കാനാണ് തന്നെ അവിടേക്ക് ഹരിനാരായണൻ കൊണ്ടുവന്നതെന്ന് അപ്പോഴാണ് ശങ്കരന് മനസ്സിലായത്. ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. മോനെ. ഇല്ലത്ത് നിന്ന് ഒന്നും കഴിക്കാതെയാണ് അയാൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആദ്യം വിശപ്പ് ശമിപ്പിക്കാൻ ശങ്കരൻ തീരുമാനിച്ചു. അടുക്കളയിൽ ഗംഗാജലം തെളിച്ച് അഗ്നി തെളിയിക്കുക. ഭക്ഷണമാവുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ചു കയറാൻ തന്നെ ശങ്കരൻ തീരുമാനിച്ചു. തന്റെ കുളിസീൻ യൂട്യൂബിൽ വരാതിരിക്കാൻ വേണ്ടി വ്ളോഗേഴ്സ് ആരും കുളത്തിന്റെ അടുത്ത് പതുങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് അയാൾ ഒന്ന് കണ്ണോടിച്ചു നോക്കി. ശങ്കരന് വേണ്ടി കഞ്ഞി വെക്കാൻ അടുപ്പിൽ തീ പിടിപ്പിക്കാൻ പോയ ഹരിനാരായണൻ അടുപ്പിലെ തന്നെ തീ പിടിച്ച് സ്വയം ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷായി മാറി. എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. കുളിക്കാൻ പോയ ശങ്കരൻ കുളത്തിനടിയിൽപ്പെട്ട് മുങ്ങി മരിച്ചു. മണിയങ്കോട്ട സാവിത്രി അറിയട്ടെ നമ്മളിവിടെ എത്തിയെന്ന്. വല്ല കാര്യമുണ്ടോ ശങ്കരേട്ട? ഇല്ലത്തുനിന്ന് എന്താ ഉണ്ടാക്കിച്ചാൽ തിന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്ന പോരെ? എന്തായാലും ഈ അപകടം നാട് മൊത്തം പാട്ടായി. എല്ലാം മണിയങ്കോട്ടെ സാവിത്രിയുടെ പ്രേതം ചെയ്തതാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. മുങ്ങി മരിച്ച ശങ്കരേട്ടന് ഇരട്ടക്കുട്ടികളാണ്. ഒരാളുടെ പേര് കുഞ്ഞുണ്ണി, മറ്റേയാള് മാധവനുണ്ണി. പക്ഷെ ഏട്ടനും അനിയനും തമ്മിൽ കാണാറില്ല. ഏട്ടൻ മാധവനുണ്ണി എപ്പോഴും അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. കാത്തിരുന്നോ എന്റെ വരവ്. കാര്യങ്ങളെല്ലാം അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞുണ്ണിക്കൊരു പൂതി. അച്ഛൻ ഡൈവ് അടിച്ചു മരിച്ച ആ കുളവും നെല്ലൂർ മനയും ഒന്ന് കാണണം. പിന്നൊന്നും നോക്കിയില്ല, ബ്രോക്കർ ബിജുവിനെയും കൂട്ടി നേരെ നെല്ലൂർ മനയിലേക്ക് വിട്ടു. ബ്രോക്കർ ബിജുവിന്റെ സംസാരവും അയാളുടെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ തന്നെ അറിയാം എന്തോ പന്തികേടുണ്ടെന്ന്. പക്ഷെ നമ്മുടെ കുഞ്ഞുണ്ണി അതൊന്നും കാര്യമാക്കിയെടുത്തില്ല. അതുകൊണ്ടെന്താ, അങ്ങനെ കുഞ്ഞുണ്ണിയും അതേ കുളത്തിൽ തന്നെ വീണ് മരിച്ചു. ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. അനിയൻ വടിയായതറിയാതെ അമ്പലത്തിൽ അടയിരിക്കുന്ന നമ്മുടെ മാധവനെ വിളിക്കാൻ വേണ്ടി കുഞ്ഞുണ്ണിയുടെ കാമുകി അമ്പലത്തിലേക്ക് ഓടിയെത്തി. ടീച്ചർ മോളിലേക്ക് വെക്കുള്ളൂ. പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. കുഞ്ഞുണ്ണിയെ വെള്ളത്തിൽ ചവിട്ടിയിട്ട് കൊന്നതിന്റെ ഫുൾ പ്ലാനിങ്ങും ആ തടവിക്കൊണ്ടിരിക്കുന്ന തലയിൽ നിന്നും ഉണ്ടായതാണ്. നെല്ലൂർ മനയിൽ സാവിത്രിയുടെ ആത്മാവിനൊപ്പം നമ്മുടെ കുഞ്ഞുണ്ണിയുടെ ആത്മാവും കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ ഹെഡ് മസാജ് ചെയ്യുന്ന അപ്പൂപ്പൻ നെല്ലൂർ മന പൊളിച്ചു കളയണം എന്ന് അഭിപ്രായപ്പെട്ടു. നെല്ലൂർ മന പൊളിച്ചു കളയുക, ഭൂമിക്ക് മുകളിൽ ഇനി ആ നരകം വേണ്ടെന്നേ. അങ്ങനെ മന ബോംബ് വെച്ച് തകർക്കാനുള്ള എല്ലാ സെറ്റപ്പും അപ്പൂപ്പനും ടീമും റെഡിയാക്കി വെക്കും. അഷ്ടാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ആ എക്സ്പ്ലോഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹെഡ് മസാജ് അപ്പൂപ്പൻ ആ ബോംബിന്റെ റിമോട്ട് ഞെക്കുകയാണ്. അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. പക്ഷേ നാപ്ടോളിൽ നിന്ന് വാങ്ങിയ ലോക്കൽ ബോംബായോണ്ട് അത് പൊട്ടില്ല. തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. കുഞ്ഞുണ്ണിയുടെ കാമുകി ഹരിനാരായണന്റെ മകളാണ്. അവളാണ് നെല്ലൂർ മനയുടെ അവകാശി എന്ന രഹസ്യം നമ്മുടെ വേലക്കാരനാശാൻ ഉറക്കെ വിളിച്ചു പറയും. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാലത്തെ അടുക്കളയിലിട്ട് വളർത്തി. അങ്ങനെ ആ പ്രേതഭൂമിയിലേക്ക് പട്ടാഴിയും ടീമും തങ്ങളുടെ വലതുകാലി വെച്ച് കേറുകയാണ് ഗായ്സ്. പുറത്തു നിൽക്കുമ്പോണ്ടായിരുന്ന ധൈര്യമൊക്കെ അകത്ത് കയറിയപ്പോ മാധവന്റെ കയ്യിൽ നിന്നും ചോർന്നു പോകാൻ തുടങ്ങി. നെല്ലൂർ മന പണിതത് ഉളിയന്നൂർ തച്ചനാണ്. ആ വംശത്തിൽപ്പെട്ട ഒരാൾ സന്ധ്യയ്ക്ക് മുമ്പ് നെല്ലൂർ മനയുടെ പടി കടന്നു വരുമെന്ന് മാധവൻ പ്രവചിക്കും. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിൽ ഒരുത്തൻ ചെമ്പറയിലെത്തും. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്, അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ.
നമുക്ക് ഈ രഘുത്തമനെ ജൂനിയർ തച്ചൻ എന്ന് വിളിക്കാം. അന്തപുരത്തിൽ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അനന്തൻ. ഞാൻ അനന്തനോ? അങ്ങനെ എല്ലാവരെയും കളിയാക്കിയും പരിഹസിച്ചും ഉളിയന്നൂർ ജൂനിയർ നെല്ലൂർ മനയുടെ അകത്തേക്ക് കടക്കുകയാണ്. ഉളിയന്നൂർ തച്ചൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ? ഇല്ല, ഉളി വിറയ്ക്കും. പമ്പരവിഡ്ഡിയും രസികനുമായ ജൂനിയർ തച്ചനെ മാധവന് ഇഷ്ടമായി. അയാൾ തന്റെ ടീമിലേക്ക് ജൂനിയർ തച്ചനെയും ചേർത്തു. നട്ടപാതിരയ്ക്ക് പേടി കാരണം ഉറക്കം വരാത്ത മാധവനും ടീമും ഒരു പൂജ നടത്താൻ തീരുമാനിക്കുകയാണ്. വായവി, ചോത്തരയി, ശാനി. മാധവനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന സാവിത്രിയുടെ നാവറക്കാനായി മാധവൻ എന്തൊക്കെയോ മന്ത്രം ചൊല്ലി പിച്ചും പെയ്യും പറയാൻ തുടങ്ങും. ഓം വിശ്വകർമ്മണ്യേ നമഃ. നമ്മുടെ ജൂനിയർ തച്ചന് ആ വീട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല. എല്ലാ പണിയും അയാളെ കൊണ്ട് ചെയ്യിച്ച് നമ്മുടെ സൈക്കോ മാധവൻ ജൂനിയർ തച്ചനെ തന്റെ അടിമക്കണ്ണായി മാറ്റുകയാണ് ഗായ്സ്. നെല്ലൂർ മനയിലെത്തിയ ഹരിനാരായണന്റെ മകളോട് മാധവൻ വീണ്ടും ആ പണ്ടാരം പിടിച്ച അടുപ്പ് കത്തിക്കാൻ പറയും. പറഞ്ഞതനുസരിക്ക്. അച്ഛൻ കരിഞ്ഞുപോയ അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് അയാളുടെ മകൾ തുളസി ആ അടുപ്പ് കത്തിക്കുകയാണ്. പക്ഷേ ഒന്നും സംഭവിക്കില്ല. കാരണം മനുണ്ടാക്കിയ നമ്മുടെ തച്ചൻ സ്ഥാനം തെറ്റിയാണ് അടുപ്പുണ്ടാക്കിയത്. ഉളി പിടിക്കാറായത്ത ഇയാളൊക്കെയാണ് ഉളിയന്നൂർ തച്ചൻ. ഏതു തച്ചനും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള. വായുകോണിൽ അടുക്കള ഉണ്ടാക്കിയത് കൊണ്ടാണ് ഹരിനാരായണൻ വെന്തു മരിച്ചത് എന്ന സത്യം മാധവൻ കണ്ടെത്തിയിരിക്കുന്നു. ചാകുന്നതുവരെ നിന്നെ ഞാൻ കൊല്ലും. അപ്പൂപ്പന്റെ മക്കളും മാധവനും തമ്മിലുണ്ടായ പൊരിഞ്ഞ അടിക്ക് ശേഷം മാധവനെ ബ്രോക്കർ ബിജു കുളത്തിലേക്ക് തള്ളിയിടും. പക്ഷേ മാധവന്റെ ശവം നോക്കി നിന്നവർക്ക് മുമ്പിൽ അയാൾ ജീവനോടെ തന്നെ പ്രത്യക്ഷപ്പെടും. ഒടുവിൽ നെല്ലൂർ മനയിലെ രഹസ്യങ്ങൾ അന്വേഷിക്കാനായി അയാൾ തന്നെ കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അതെ, നമ്മുടെ സ്വന്തം ദേവ്ജി കളത്തിലേക്ക് ഇറങ്ങിയതും നെല്ലൂർ മനയിലെ രഹസ്യങ്ങൾ ഓരോന്നായി അഴിയുകയാണ്. ഇനി നമുക്ക് രഹസ്യങ്ങളുടെ ലിസ്റ്റ് നോക്കാം. പട്ടാഴി മാധവൻ ആൻഡ് ദ സീക്രട്ട് ഓഫ് നെല്ലൂർ മന. സീക്രട്ട് നമ്പർ 1. എല്ലാ രാത്രിയും നെല്ലൂർ മനയിൽ മുടിയടിച്ചിട്ട് ചലച്ചത് സാവിത്രി എന്ന യക്ഷിയല്ല. അത് നമ്മുടെ ഉളിയന്നൂർ തച്ചൻ വീടിന്റെ കോണിലായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ഉപകരണമാണ്. അതെന്തിനാണ് അവിടെ ഉണ്ടാക്കി വെച്ചതെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. സീക്രട്ട് നമ്പർ 2. കുഞ്ഞുണ്ണി വീണ് മരിച്ച ഈ കുളം, അതായത് ആരെങ്കിലും ഈ കുളത്തിൽ വീണ് കഴിഞ്ഞാൽ അവരെങ്ങനെയൊക്കെയോ കാലിട്ടടിച്ച് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വേറൊരു പുഴയിൽ ചത്തു കിടക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ഈ കുളം ഇവിടെ ഉണ്ടാക്കി വെച്ചതും നമ്മുടെ ഉളിയന്നൂർ തച്ചനാണ്. ആക്ച്വലി ഇതൊരു സീക്രട്ട് വേ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഈ കുളത്തിലൊന്ന് ഇറങ്ങി മതി. എങ്ങനെയെങ്കിലുമൊക്കെ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വേറൊരു പുഴയ്ക്ക് നിങ്ങൾക്ക് ചെന്നെത്താം. ഈ കുളത്തിന്റെ സീക്രട്ട് അറിയാവുന്ന രണ്ടേ ആളുകളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ പട്ടാഴി മാധവൻ, 2 നമുക്കൊക്കെ കുറെ കാലമായിട്ടുണ്ടായിരുന്ന ഒരു സംശയം അങ്ങനെ തീർന്നു കിട്ടിയില്ലേ. ഡയലോഗ് പറയുന്ന കറക്റ്റ് ടൈമിൽ ഇന്ദുശീടൻ കുളത്തുനിന്ന് പൊങ്ങി വന്നു. ഒന്നുമില്ല, ആള് ഷൂട്ടിംഗ് സമയത്ത് നെല്ലൂർ മനയ്ക്ക് പോയി കുളത്തേക്ക് ഇറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അവിടെ പൊങ്ങി വന്നു. ചുരുക്കി പറഞ്ഞ തച്ചൻ ഒരു സൈക്കോ ആണ് ഗൈസ്. ആളൊരു കുളം ഉണ്ടാക്കി അതിൽ കുളിക്കാൻ പറ്റില്ല, ഒരു വീടുണ്ടാക്കി അതിൽ താമസിക്കാൻ പറ്റില്ല, വീട്ടിലൊരു അടുപ്പുണ്ടാക്കി അതിൽ വെച്ച് തിന്നാൻ പറ്റില്ല. എന്താ പറയാ. അപ്പോഴാണ് അവിടേക്ക് സാവിത്രി എന്ന കെട്ടുകഥയെ യാഥാർത്ഥ്യമാക്കാനായി അവൾ വന്നത്. ചന്ദ്രമുഖി കാ ബഹൻ സാവിത്രി. ഇതെന്ത് കോപ്പ് എന്ന മട്ടിൽ മാധവനുണ്ണിയും പിള്ളേരും ചിരി അടക്കി പിടിച്ചുകൊണ്ട് ബ്രോക്കർ ബിജുവിന്റെ അഴിഞ്ഞാട്ടം കണ്ടു നിൽക്കും. പട്ടാഴി മാധവൻ എന്റെ അളിയനാന്ന് പറയുന്നതിൽ എനിക്കെന്നും അന്തസ്സാ. നിന്റെ കാര്യം നമോ നമഃ. മാധവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. നല്ല 4 പെട കിട്ടിയപ്പോ ബ്രോക്കർ ബിജു തന്റെ മോണോയായിട്ട് അവസാനിപ്പിക്കും. ഒടുക്കം നെല്ലൂർ മനയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ തുളസിക്ക് സഹായിയായി പാവം നമ്മുടെ ജൂനിയർ തച്ചനെയും അവിടെ നിർത്തിയാണ് മാധവൻ ഉണ്ണി പോകുന്നത്. പൊട്ടിയ ഓട് മാറ്റാനും ഒരു കൊളുത്തുറപ്പിക്കാനും ഒക്കെ ഇവൻ ധാരാളം മതി. അതിലൊക്കെ ഇവൻ കേമന. അതുകൊണ്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ. എല്ലാം ശുഭം. എന്നാൽ നിങ്ങൾ കണ്ടതായിരുന്നില്ല യഥാർത്ഥ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഉളിയന്നൂർ തച്ചൻ മണ്ണും മരവും കൊണ്ട് എഴുതിയ കവിത. ഉളിയന്നൂർ തച്ചൻ മണിയൻകൊട്ട് സാവിത്രിയുടെ ഉച്ചഭാഷിണി. ആരുമറിയാതെ യന്ത്രത്തിന്റെ വായിൽ ഉളിയന്നൂർ തച്ചൻ ഒരു ജാലവിദ്യ ഒളിപ്പിച്ചു വെച്ചു. നെല്ലൂർ മഠം പണിതത് വടക്കൻ തച്ചുശാസ്ത്രത്തിന്റെ കർമാധികാരിയായ ഉളിയന്നൂർ തച്ചനാണ്. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ
അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. ഏതു തച്ചനും വർജിക്കേണ്ട വായുകോണിലാണ് ഈ വീടിന്റെ അടുക്കള. വർഷങ്ങൾക്ക് മുമ്പ് നെല്ലൂർ മന പണിത ഉളിയന്നൂർ തച്ചനെ ശങ്കരനും കൂട്ടാളികളും ചേർന്ന് പറ്റിക്കുകയായിരുന്നു. പറഞ്ഞ പണം കൊടുക്കാതെ തച്ചനെ അവർ ചതിച്ചു. വെറുമൊരു ആശാരിയായ തന്നെ കൊണ്ട് പ്രതികാരം ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിയ തച്ചൻ വാസ്തുശാസ്ത്രത്തെ കൂട്ടുപിടിച്ചു. വായുകോണിൽ അടുക്കളയും കുളത്തിന്റെ മറവിൽ മരണച്ചുഴിയുള്ള കിണറും നാട്ടുകാരെ ഭയപ്പെടുത്താൻ വേണ്ടി ഏതു നേരവും അട്ടഹസിക്കുന്ന ഒരു പുല്ലാങ്കുഴലും തച്ചൻ മനയിൽ സ്ഥാപിച്ചു. സാവിത്രി എന്ന കെട്ടുകഥയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തച്ചൻ ആരുമറിയാതെ കളിക്കുകയായിരുന്നു. എല്ലാവരെയും കൊന്നത് സാക്ഷാൽ ഉളിയന്നൂർ തച്ചൻ തന്നെ. തന്റെ മരണശേഷവും കൊല്ലങ്ങൾക്കിപ്പുറം തച്ചന്റെ ഐഡിയ വർക്കൗട്ട് ആയിക്കൊണ്ടേയിരുന്നു. നെല്ലൂർ മനയിൽ വന്നവരെല്ലാം പേടിച്ചോടാൻ തുടങ്ങി. കുളത്തിൽ വീണവരെല്ലാം വേറെ പുഴയിൽ പൊന്താൻ തുടങ്ങി. ഈ കഥകളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തച്ചന്റെ ജൂനിയർ നെല്ലൂർ മനയിലേക്ക് കാലുകുത്തുന്നത്. ഉളിയന്നൂർ ആശാരി വന്നിരിക്കണു. മണ്ടനായും പൊട്ടനായും രസികനായും അയാൾ നെല്ലൂർ മനയിൽ നിറഞ്ഞാടി. അതിനിടയ്ക്കാണ് സ്ക്രിപ്റ്റിലില്ലാത്ത ബിജു എന്ന് തന്റെ മോണോ ആക്ട് കാട്ടിപ്പോയത്. ഇടയ്ക്ക് വെച്ച് തനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നെങ്കിലും ജൂനിയർ തച്ചൻ തന്റെ കഥാപാത്രത്തെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ മാധവൻ തന്നെ ജൂനിയർ തച്ചനെ തുളസിക്കൊപ്പം നെല്ലൂർ മനയിൽ നിർത്തി. പൊട്ടിയെ ഓടുമാറ്റാനും ഒരു കൊളുത്തുറപ്പിക്കാനും ഒക്കെ ഇവൻ ധാരാളം മതി. അതിലൊക്കെ ഇവൻ കേമന. അതുകൊണ്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ. ഒടുവിൽ മാധവൻ തന്നെ ജൂനിയർ തച്ചനെ തുളസിക്കൊപ്പം നെല്ലൂർ മനയിൽ നിർത്തി. അവൾക്ക് വേണ്ടി ഒരു ഉളി മാത്രം മതി, അല്ലെങ്കിൽ ഹരിനാരായണനെ പോലെ ഒരാളിക്കത്തൽ. അതോടെ തുളസി എന്ന ചാപ്റ്ററും ക്ലോസ്. നെല്ലൂർ മന ജൂനിയർ തച്ചൻ സ്വന്തം. ഉളിയന്നൂർ തച്ചൻ മന പണിതത് മാധവന് വേണ്ടിയല്ല, അയാളുടെ പരമ്പരകൾക്ക് വേണ്ടിയാണ്.